വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത്. അതിൻ്റെ അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണില്ലേ, അത് ഒന്ന് അമർത്തിക്കാളൂ കേട്ടോ. ഞാനൊരു പൊറോട്ട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പൊറോട്ട ട്രൈ ചെയ്തിക്കണോ? ഞാൻ ആദ്യമായിട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്, അതും സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്സ് ഞാൻ എടുക്കണം കേട്ടോ. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ഈ പൊറോട്ടയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ എന്തായിട്ടും അത് പോയി കാണാൻ മറക്കല്ലേ. പൊറോട്ട ഉണ്ടാക്കാനുണ്ടോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കാൻ. ഇതിലേക്ക് ആദ്യം നമുക്ക് മാവ് എത്രയാണോ വേണ്ടത് അത് എടുത്തതിന് ശേഷം 1-2 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പച്ച വെള്ളത്തിലാട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കുഴച്ചെടുത്തതിന് ശേഷം 1 ഹവറെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. എന്നിട്ട് അത് നമ്മൾ പോയി ഓപ്പൺ ആക്കി വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ട് അതും ഒരു ½ അവർ വെയിറ്റ് ചെയ്യട്ടോ, റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. എന്നിട്ട് അത് തുറന്ന് വെക്കുമ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലെ ബാക്കി പ്രോസസ്സിങ് ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളുണ്ടല്ലോ എപ്പോഴും എണ്ണ ഇങ്ങനെ തടവി കൊടുക്കാൻ നോക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിൽ കേട്ടോ ഞാൻ ഇതിനെടുത്തത്. എന്ത് എണ്ണ എടുത്താലും മതിയല്ലോ. ബട്ടർ ഉണ്ട് അതും എടുക്കട്ടോ. നന്നായിട്ട് എണ്ണയിലുള്ള പരിപാടി ആട്ടോ. നല്ലോണം എണ്ണ ആവശ്യം കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ. പിന്നെ നമ്മളിതാ ഇങ്ങനെ ബീറ്റ് ചെയ്യൂലേ പൊറോട്ടൻ്റെ മാവ് ഒക്കെ റോളൊക്കെ ചെയ്തതിന് ശേഷം അതിലും നന്നായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വലിഞ്ഞ് വലുതായിട്ട് വരുള്ളൂ. ബോൾസ് ആക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ കൈ വെച്ചിട്ട് പരത്തി എടുക്കട്ടോ. നന്നായിട്ട് കൈ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ടാണ് നമ്മൾ ഈ മാവ് വലുതാക്കി എടുക്കുന്നത്. അപ്പം സൈഡിലും ഇപ്പുറത്തൊക്കെ കീറും. പക്ഷെ ഞാൻ അങ്ങനെ ബീറ്റ് ചെയ്തപ്പം എൻ്റെത് സെറ്റ് ആണില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കോയിലെടുത്തിട്ടാണ് പരത്തി. നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോയിലില്ലേ അതെടുത്തിട്ട് പരത്തിയതിന് ശേഷം ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതാട്ടോ, കീറൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തതാണ് ഏറ്റവും സിമ്പിൾ. കാരണം നമുക്ക് എല്ലാവർക്കും പറ്റിക്കണമെന്നില്ല കേട്ടോ അങ്ങനെ ബീറ്റ് ചെയ്യാൻ. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം കേട്ടോ മുകളിൽ. ഞാൻ പറയണത് നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ ചെയ്താൽ മതി കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടല്ലോ ഒരു 40ഓളം പൊറോട്ടെങ്കിലും ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. കാരണം ഞങ്ങൾ കുറേ പൊടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം അത് തീർക്കണം എന്തായാലും നാട്ടിൽ പോകുന്നതിൻ്റെ അടുക്ക്. പിന്നെ എന്ത് വിചാരിച്ചു ഏതായാലും പൊറോട്ട ഉണ്ടാക്കുക, എന്തായാലും ഒരു പണിക്ക് നിൽക്കല്ലേ, എന്നാൽ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് പൊടി എടുക്കുമ്പോൾ ഭയങ്കര ആവേശമായി ഉണ്ടാക്കാനല്ലേ. ലാസ്റ്റത്തേക്കായപ്പോൾ ആവേശമൊക്കെ നിന്നിട്ടോ. കാരണം ഇത് കഴിയണില്ല ഉണ്ടാക്കിയിട്ട്. അതിൻ്റെ കൂടെ ഞാൻ നല്ല ചിക്കൻ വറുത്തരച്ച കറിയായിട്ട് ഉണ്ടാക്കിയത്. പൊറോട്ടയ്ക്ക് നല്ല കോമ്പിനേഷൻ ആണല്ലോ ചിക്കൻ വറുത്തരച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ. പൊറോട്ടൻ്റെ വീഡിയോ മാത്രമേ. എന്നിട്ടിതാ ചുട്ടെടുത്തതിന് ശേഷം ആ ചൂടോടുക്കെ തന്നെ 5-6 പൊറോട്ട ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഇങ്ങനെ കൈ കൊണ്ട് അടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അടിക്കുമ്പോഴാണ് സംഭവം ഇത് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. നല്ലോണം ആ ലെയേഴ്സ് ഒക്കെ പുറത്ത് ചാടുന്ന രൂപത്തിൽ തന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ സെറ്റായിട്ട് വരും കേട്ടോ പൊറോട്ട. കണ്ടോ എൻ്റെ എത്ര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിക്കണം നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇതുപോലെ എന്തായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിക്കോളാണ്ട്, മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളാണ്ട്. നിങ്ങൾ എന്തായാലും നിരാശപ്പെടില്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ രൂപത്തിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന രൂപത്തിൽ തന്നെ പൊറോട്ട ഉണ്ടായി വരും കേട്ടോ. ഞങ്ങളിവിടെ പൊറോട്ട ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ കറി ഉണ്ടാക്കാൻ നിന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം ടയർഡായി. ആദ്യം കറി ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പോകും കേട്ടോ. അങ്ങനെ ഏതാ പൊറോട്ട ഒക്കെ ഞങ്ങൾ സെറ്റാക്കി എല്ലാവരും കൊടുത്ത് കറിയും സെറ്റായതിനു ശേഷം ഞങ്ങൾ ഇരുന്ന് കഴിക്കട്ടോ. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടു പോരുത്. അപ്പോൾ ഓക്കെ, ബൈ.